ശ്വേതാവസാണ്. അപ്പൊ മക്കളെ, നിങ്ങളിപ്പോ പഠിച്ചുകൊണ്ട് നിൽക്കുന്നത് പൂക്കൾ തേടി എന്ന് പറഞ്ഞൊരു അടിപൊളി ചാപ്റ്റർ ആണ് അല്ലെ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയ ചാപ്റ്റർ ആണ്. നമ്മൾ കുറെ കാര്യങ്ങൾ കൂട്ടാനും വലിയ വലിയ സംഖ്യകളെ കൂട്ടാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിലുള്ള ഒരു കുഞ്ഞ് ആക്ടിവിറ്റി ആയിട്ടാണ് കേട്ടോ മിസ് ഇന്ന് വന്നിട്ടുള്ളത്. എന്താണെന്ന് നോക്കിയാലോ? നിങ്ങൾ എല്ലാവരും സ്ക്രീനിൽ കാണുന്ന പോലെ ഈ 45 ഇവിടെ നടുവിൽ 45 ഉണ്ട് അല്ലേ. ഈ 45നെ നമ്മൾ ഓരോ സംഖ്യകളായി കൂട്ടി എഴുതണം. ഏതൊക്കെ സംഖ്യകൾ കൂട്ടിയാലാണ് നമുക്ക് 45 കിട്ടുകയെന്ന് നോക്കിയാലോ? അപ്പൊ ആദ്യം തന്നെ 15 + 30. അതെ, 15നോട് 30 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 5 + 0 5 ആണ്. 3 + 1 4 ആണ്. 45 ആയല്ലോ. അപ്പൊ ഇത് കറക്റ്റ് ആണ് അല്ലേ. അതുപോലെ നമുക്ക് വേറെ രീതിയിൽ എഴുതാൻ പറ്റുമോ? നിങ്ങൾ നോക്കിക്കേടാ, 20നോട് 25 കൂട്ടിയാൽ എത്രയായി? 0 + 5 5 ആണ്. 2 + 2 4 ആണ്. അപ്പൊ 20 + 25 45 അല്ലേ. പിന്നെ നമുക്ക് ഏതൊക്കെ രീതിയുണ്ട്? 40നോട് 5 കൂട്ടിയാലോ? 40നോട് 5 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടുവടാ? 40 + 5 0 + 5 എന്ന് പറയുന്നത് 5 ആണ്. ഇവിടെ എന്താണ്? 4 ആണ്. 45 അല്ലേ. അതുപോലെ നമുക്ക് വേറെ എങ്ങനെയൊക്കെ എഴുതാം? നിങ്ങൾ അതുപോലെ വേറെ ഏത് രീതിയിലാണ് നമുക്ക് 45നെ എഴുതാൻ പറ്റുക എന്നുള്ളത് കണ്ടുപിടിക്കുക. അവസാനത്തെ രീതി ഏത് രീതിയിലാണ് എഴുതുക എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ ഡിയേഴ്സ്, അപ്പൊ ഇത്രയും നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.